ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ ഓഫീസിലെ ഓണം പ്രോഗ്രാമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് പോവുകയാണ്. നന്ദുവിനെ ഡ്രോപ്പ് ചെയ്യാൻ വന്നതാണ്. അപ്പോൾ അതിനെ ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ചു പോകും. അപ്പോൾ നമ്മൾ ഓഫീസിലെത്തിയപ്പോഴത്തേക്കും മഞ്ഞ വന്നിട്ടുണ്ടായിരുന്നു. മഞ്ഞ വന്നിട്ട് ഇത് ഔട്ട്ലൈനൊക്കെ വരച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നമുക്ക് പൂവെല്ലാം കട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ രാവിലെ ഒരു 8:45 ആയപ്പോഴത്തേക്ക് എല്ലാവരും വരണം എന്നൊക്കെ പറഞ്ഞ്, അതുകൊണ്ട് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 10:30-ക്കാണ് നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ വന്ന് എല്ലാവരും പൂവൊക്കെ കട്ട് ചെയ്യാൻ തുടങ്ങി. ചേച്ചിമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫാക്ടറിയിലാണ് ഓണം പ്രോഗ്രാം നടക്കുന്നത്. കുറച്ചൊന്ന് പൂവിട്ട് വന്നപ്പോഴത്തേക്കും പിന്നെ നമ്മളെല്ലാവരും പൂവിടാൻ വേണ്ടിയിട്ട് കയറി കേട്ടോ. അങ്ങനെ കുറച്ച് ഇട്ട് അധികം നേരമൊന്നും എടുത്തില്ല. ഇത് പെട്ടെന്ന് തന്നെ തീർന്നു. ഔട്ട്ലൈൻ വരച്ച് പിന്നെ പൂവെല്ലാം എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പെട്ടെന്നത് തീർക്കാൻ പറ്റും. അങ്ങനെ എല്ലാവരും കൂടെ കൂടി അതിന്. പിന്നെ നമ്മളെല്ലാവരും ലേഡീസ് എല്ലാവരും കൂടി ഇരുന്നിട്ട് ഒരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പം മഞ്ഞ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എടുക്കാൻ പറ്റിയില്ല. പിന്നെ എടുത്തായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ആണുങ്ങളെല്ലാവരും വന്നിരുന്നു. അവരുടെ ഫോട്ടോസ് എടുത്തു. അങ്ങനെ നമ്മുടെ ഓണപ്പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ വിളക്ക് കത്തിച്ച് തുടങ്ങാമെന്ന് കരുതി. അപ്പോൾ കുറച്ച് പേര് വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു. അതായത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ ഓരോരുത്തരായിട്ട്. അപ്പോൾ ഞാനും കത്തിച്ചായിരുന്നു. അപ്പോൾ ഇനിയാണ് പ്രോഗ്രാംസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം നമുക്ക് കണ്ടിട്ട് തരാവേ. എല്ലാവർക്കും നമസ്കാരം. ഈ വർഷത്തെ നമ്മുടെ സിസോ ഓണം ഇന്ന് ഇവിടെ ആരംഭിക്കുകയാണ്. എല്ലാവർക്കും ആദ്യമായി വന്ദനം. ഓണം എന്ന് പറയുന്നത് പോലെ അത്തപ്പൂക്കളം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ്. ഈ കഴിഞ്ഞ ഒരു വർഷം മുഴുവനും നമ്മൾ പല സാഹചര്യങ്ങളിൽ കൂടെ കേരളം കടന്നുപോയി. എങ്കിലും അവിടേക്ക് നാം അതിജീവിച്ച് ഇന്ന് ഒരു പൊന്നോണ പുലരി നമ്മൾ എത്തിയിരിക്കുന്നു. ഇതുകൊണ്ട് സംസാരിക്കാനായി നമ്മുടെ മാനേജിംഗ് ഡയറക്ടർ ഗിരീഷ് സാറിനെ മുന്നിലേക്ക് ക്ഷണിച്ചു കൊടുക്കുന്നു. രണ്ട് കാര്യമാണെന്നുള്ളത്. ഒന്ന് നമ്മളുടെ 5ാം വാർഷികമാണ്. അപ്പൊ അതെല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. രണ്ടാമത്തെ കാര്യം നമ്മൾ ഓണം ആഘോഷിക്കുന്ന വേണ്ടിയാണ്. രണ്ട് നിങ്ങളെ വളരെ സന്തോഷത്തോടുകൂടി ആഘോഷിക്കുക. നമുക്ക് എല്ലാവർക്കും ആശംസ നേരാനായി നമ്മുടെ ഡയറക്ടർ ലിസി മാഡത്തെ മുന്നിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവരോടും ഭയങ്കര സന്തോഷത്തോടെ സംസാരിക്കുന്നു, ഭയങ്കര ഇഷ്ടത്തോടെ സംസാരിക്കുന്നു, സന്തോഷത്തോടെ സംസാരിക്കുന്നു. അടുത്ത വർഷവും നിങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിപാടികളൊക്കെയാണ്. അതിനു മുൻപ് നമ്മൾ ഇത്രയും മെമ്പേഴ്സിനെ 2 ടീമായിട്ട് തിരിക്കുന്നുണ്ട്. മത്സരങ്ങൾ നടക്കുന്നതിൽ ഓരോ ടീമിന്റെയും മെമ്പേഴ്സ് സ്കോർ ചെയ്യുന്നത് ആ ടീമിന് ആഡ് ചെയ്യും. അങ്ങനെ 2 ടീമിലെ ഏത് ടീമാണോ ജയിക്കുന്നത് ആ ടീമിന് നമ്മുടെ അടുത്ത വരുന്ന നമ്മുടെ സ്റ്റാഫ് മീറ്റിങ്ങിന് ഒരു ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ജസ്റ്റ് നമ്മൾ 1 to 1 കൗണ്ട് ചെയ്ത് പോകുന്നു. അതിനനുസരിച്ചായിരിക്കും ടീമിനെ ഡിവൈഡ് ചെയ്യുക.
ചെയേഴ്സ് ഒക്കെ അവരവർ ഇരുന്ന ചെയേഴ്സ് 2 സൈഡിൽ 2 ഒതുക്കിയിട്ട് നന്നായിരുന്നു. ഇത് കളിക്കും ചെയേഴ്സ്. നിങ്ങൾ 2 ടീമുകാരും ഒരു ലീഡറിനെ സെലക്ട് ചെയ്തോ. പ്രതിപക്ഷമില്ലാതെ തന്നെ തുഷാറായിട്ട് ലീഡറായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ഓക്കെ, സെക്കൻഡ് ഗ്രൂപ്പിന്റെ ലീഡർ ആരാണ്? ഓക്കെ, സെക്കൻഡ് ഗ്രൂപ്പിന്റെ ലീഡറായിട്ട് സുധേവേട്ടനെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഇനി 2 ഗ്രൂപ്പുകളും നിങ്ങൾക്ക് ഓരോ പേര് ചൂസ് ചെയ്യണം. മീൻസ് ഓണമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു പേര്. ഓരോ ഗ്രൂപ്പിന് അവരവർ ഓരോ പേര് സെലക്ട് ചെയ്യണം. നിങ്ങൾ ഡിസ്കസ് ചെയ്തെടുത്താൽ മതി. നമുക്ക് മറ്റേ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണേ, ആരും മാറി നിൽക്കരുത്. അപ്പൊ ആദ്യമായിട്ട് നമ്മുടെ പരിപാടി തുടങ്ങുന്നത് സുന്ദരിക്ക് പൊട്ടുതൊടലാണ്. ഞാൻ ഓണത്തിൻ്റെ കോർഡിനേറ്റേഴ്സിൽ ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ഓരോരുത്തരുടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഗെയിംസ് ആയാലും അവരുടെ പേരുകളൊക്കെ എഴുതിയെടുക്കുമായിരുന്നു കേട്ടോ, ആരൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത്. അങ്ങനെ അതിൻ്റെ പറയിലായിരുന്നു ഞാൻ. അതായി കാണുന്നത് നിങ്ങൾ.
അപ്പോൾ അടുത്ത ഇനി കസേരകളിയാണ്. അപ്പോൾ കസേരകളിക്ക് 2 ടീമിൽ നിന്നും 10 പേര് വീതമാണ്. അപ്പോൾ ഒരു റൗണ്ടിൽ തന്നെ നമുക്ക് അത് ഫുള്ളി നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ് കസേര കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിനി കസേര കളി കാണാം. ആരാ വിജയിക്കുന്നതെന്ന് നോക്കാമല്ലോ. ഓക്കെ, അപ്പൊ നമ്മള് കസേര കളി തുടങ്ങുകയാണ്. തമ്മിൽ കൂട്ടിയിടിക്കരുത്. കുറച്ച് സ്പേസ് വിട്ട് വേണമെങ്കിൽ കസച്ച് നിന്നോ. തിരിച്ചു വന്നിരിക്കാൻ പാടില്ല. ആരുടെ മടിയിൽ കയറി ഇരിക്കാൻ പാടില്ല. അതെ, നിങ്ങളെല്ലാം കൂടെ ചേർക്കാനായിട്ടാ.
കണ്ടവർക്ക് എല്ലാവർക്കും മനസ്സിലായി തിരിഞ്ഞു വന്നിരുന്നതാണെന്ന്. ഓണത്തൊങ്കിയിലുള്ള ആൾ തിരിഞ്ഞു വന്നിരുന്നത്. ഓണപ്പുലരിയാണ് ജയിച്ചത്, കാരണം ശില്പയാണ് ജയിച്ചത്. ഞാൻ വീഡിയോ എടുത്തത് കൊണ്ട് എൻ്റെ ഫോണിൽ വീഡിയോ ഉണ്ടായതുകൊണ്ട് അതിൽ നോക്കി കൺഫേം ചെയ്തു ആരാണ് ജയിച്ചതെന്നുള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഓണപ്പുലരിയിലെ ശില്പയാണ് വിന്നറായേക്കുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ ഇനി അടുത്ത ഗെയിമിലേക്ക് പോവാണ് കേട്ടോ. അടുത്ത ഗെയിം ലെമൺ ആൻഡ് സ്പൂൺ ആണ്. നെക്സ്റ്റ് ഇനി നടക്കാൻ പോകുന്നത് കല്ലമ്പടി മത്സരമാണ്. അപ്പോൾ അതിന് കുറച്ച് പേര് റെഡിയായിട്ട് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ നമുക്ക് കണ്ടാലോ.
അത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് കുറച്ച് കെമിക്കൽസിൻ്റെ ലോഡ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓണായാലും കുഴപ്പമില്ല, എല്ലാവരും എടുക്കാമെന്ന് തന്നെ പറഞ്ഞു. അപ്പോൾ നമുക്കത് ഡൈ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കെമിക്കൽസാണ് വന്നത്. ജസ്റ്റ് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും പഴയ പോലെ തന്നെ നമ്മുടെ പ്രോഗ്രാംസിലേക്ക് പോയി. ഒന്ന് കയറൊന്ന് ലൂസായിട്ട് എല്ലാവരും ലൂസായിട്ട് ഫൈനൽ പോയിന്റ് വായിക്കുകയാണ്. 54 പോയിന്റോട് കൂടെ ഓണത്തുമ്പി ഓണപ്പുലരി ഒന്നാം സ്ഥാനം കർഷകർ. രണ്ട് ടീമിൽ 44. ഇനി നമ്മൾ സദ്യ കഴിക്കുന്നതിൻ്റെ ഒരുക്കത്തിലാണ്. കാരണം ഇനി ആർക്കും വയ്യ, ഇനി ഒരു ഗെയിംസും കളിക്കാൻ വയ്യാന്ന് പറഞ്ഞു. നമ്മൾ പ്രീഡിയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ആർക്കും വയ്യാന്ന് പറഞ്ഞുകൊണ്ട് അതൊക്കെ പിന്നെ ക്യാൻസൽ ചെയ്തു. പിന്നെ ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു ഇതുകൂടെ ഉണ്ടായിരുന്നു, പക്ഷെ അതിനി നമ്മൾ അടുത്ത മീറ്റിങ്ങിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഡെസേർട്ട് അല്ലേടാ? ഇതിന്റെ കൂടെ എന്തിനാ അപ്പം എല്ലാവരും സദ്യയൊക്കെ കഴിച്ച് നല്ല വയറൊക്കെ നിറഞ്ഞ് അടിപൊളിയായിട്ട് എല്ലാവരും ഓണം ആഘോഷിച്ചു. ഈ വട്ടം നല്ല അടിപൊളി ഓണമായിരുന്നു ഫാക്ടറിയിൽ വെച്ചിട്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഓണമായിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം നിങ്ങൾക്കും നല്ലൊരു ഓണമായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ.